ഞാൻ കണ്ണപ്പ കണ്ടു. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കീട്ടിലും പടം എന്ന് വെച്ചാൽ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. ചിരിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചിരിപ്പിച്ച് കൊല്ലും. നിങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും പോയിരുന്ന് കാണുക. കാരണം അതുപോക്ക് നമ്മളെ ചിരിപ്പിക്കും. മീൻസ് അവർ ഡയലോഗൊന്നും പറയണ്ട, അവർ ചുമ്മാ ഇങ്ങനെ വന്ന് നിന്നാൽ മാത്രം മതി, നമ്മൾ ചിരിച്ച് ചാവും. ഗെറ്റപ്പ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ചിരിച്ച് ചാവും. അതിരി ഒരു കോമഡി എന്റർടൈനർ. ഇതിലും കൂടെ പറയാൻ തുടങ്ങിയാൽ പിന്നെ പറയണ്ട, തിരിച്ച് മണ്ണ് തപ്പു. അമ്മാതിരി ഡബിങ്. എന്റെ ദൈവമേ, എന്താ നീ പണി വെച്ചിരിക്കുന്നേ? നിനക്കൊന്നും വയ്യാടാ, നിനക്കൊന്നും. ഈ സിനിമയുടെ ഡയറക്ടറും VFX ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവന്മാർ ടൈം ട്രാവൽ ചെയ്ത് ടൈം ട്രാവൽ ചെയ്ത് ഫ്യൂച്ചറിൽ വന്നിട്ട് ഈ സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പണ്ടത്തെ പടം ഇതിനെക്കാട്ടി കൊള്ളാമല്ലോ. പണ്ടത്തെ ഇമാതിരി പടമൊക്കെ കൊച്ചി ജീവിക്കത്തിലെ ബാലിവേർ ഇതിനെക്കാട്ടി വൃത്തിക്ക് VFX ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കാട്ടി അവരാധവന്മാർ പണി വെച്ചു. ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കും, നീയൊക്കെ എന്തിനിത് ഇറക്കിയേ? ഊക്ക് മേടിച്ച് കൂട്ടാൻ വേണ്ടി ഇറക്കിയാണോടാ നീ? VFX ഫുള്ള് കോമഡിയാണ്, നമ്മൾ ചിരിച്ചാവും. അമ്മാതിരി രീതിയിലുള്ള VFX അവന്മാർ ചെയ്ത് വെച്ചു. മാത്രമല്ല ഈ സിനിമയ്ക്ക് നമ്മുടെ മലയാളത്തിൽ ഇന്ന് മോഹൻലാലുണ്ട്. ലാലേട്ടാ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സിനിമയിൽ പോയി അഭിനയിച്ചത്? എന്ത് കാര്യത്തിന് അഭിനയിച്ചത്? ഇമാതിരി പടത്തിലൊന്നും പോയി അഭിനയിക്കരുത്, ദൈവത്തെ ഓർത്താണ്. ഇതിനകത്ത് ബാക്കി ക്യാരക്ടറൈസായിട്ട് അഭിനയിച്ചവരുടെ കാര്യമൊന്നും പറയുകയേ വേണ്ട. ശിവയായിട്ട് അഭിനയിച്ചത്, എൻ്റെ ദൈവമേ എനിക്ക് വയ്യ അതിനെക്കുറിച്ചൊന്നും പറയാൻ. ഞാൻ ചിരിച്ച ചത്ത്. പ്രവാസുണ്ട്, അവൻ്റെ ഡബ്ബിങ് എന്തുവാടാ കാണിച്ചു വെച്ചേക്കുന്നത്? എന്താ അവൻ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പടത്തിന് കണ്ണാപ്പി എന്നല്ലായിരുന്നു പേരുണ്ട്, ഇത് അപ്പി എന്നായിരുന്നു. നിങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ടൊന്ന് പോയി ഒരു സിനിമ കാണണം, അത് ഒരു തമാശ പടം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പടം പോയി കാണാം. എനിക്കറിയത്തില്ല ഇപ്പോൾ തിയേറ്ററിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ 3 ദിവസം മുമ്പ്. ചിരിച്ച് ചാവാൻ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ പോയി കാണാം. അതുപോലൊരു അപരാധം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, കാട്ടപരാധം.